മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. 2025 ഇജാതി പ്രസംഗമൊക്കെ കേട്ടിട്ട് കുളിര് കോരുന്ന ആളുകൾ ഇന്നും കേരളത്തിലുണ്ടോ? അറിയാവയ്യാഞ്ഞോണ്ട് ചോദിക്കാം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയ ഭീകരമായ ആക്രമണത്തിന് ഒരിക്കൽ അമേരിക്ക വിചാരണ ചെയ്യപ്പെടും, ഒരു സംശയവും വേണ്ട. സിറിയയെ സംഘർഷ ഭൂമിയാക്കിയതിന് അമേരിക്ക വിചാരണ ചെയ്യപ്പെടും. ലിബിയയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കിയതിന് അമേരിക്ക വിചാരണ ചെയ്യപ്പെടും. വിയറ്റ്നാമിലേക്ക് അധിനിവേശം നടത്തിയതിന് അമേരിക്ക വിചാരണ ചെയ്യപ്പെടും. പാലസ്തീനിലെ 10,000-കണക്കിന് മനുഷ്യരെ വംശഹത്യ ചെയ്ത ഇസ്രായേലിനെ ചേർത്തു പിടിക്കുന്ന അമേരിക്ക ഇസ്രായേലിനെ പോലെ ഒരിക്കൽ വിചാരണ ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടിയന്തരമായി വെനസ്വേലയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അമേരിക്കൻ പട്ടാളം തയ്യാറാകണം. അമേരിക്ക പിടിമുറുക്കുന്നത് അമേരിക്കയിലായിക്കോട്ടെ. അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമാണ് വെനസ്വേല, അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമാണ് ക്യൂബ. അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമുള്ള രാഷ്ട്രങ്ങളിലേക്ക് കടന്നു കയറാൻ അമേരിക്കയ്ക്ക് അധികാരമില്ല. മിസ്റ്റർ ട്രംപ്, നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് അന്തസ്സുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾ ജനാധിപത്യത്തെ അംഗീകരിക്കുമോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾ കേട്ടില്ലേ? കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് അന്തസ്സുണ്ടോ? നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങൾക്ക് അഭിമാനമുണ്ടോ? നിങ്ങളുടെ പിണറായി വിജയൻ നിങ്ങൾ കുരച്ചോണ്ടിരിക്കുന്ന അമേരിക്കയിൽ പോയിട്ടല്ലേ സ്ഥിരമായിട്ട് ചികിത്സ പോലും നടത്തുന്നത്? നിങ്ങളുടെ നേതാവ് അമേരിക്കയെ ആശ്രയിച്ചാണ് ജീവൻ പോലും നിലനിർത്തി മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് അതേ അമേരിക്കക്കെതിരെ ഇതുപോലെ കുരക്കാൻ നിങ്ങൾക്ക് അന്തസ്സുണ്ടോ? നിങ്ങൾക്ക് അഭിമാനമുണ്ടോ? നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്നാണ് കേരളത്തിലെ മലയാളികൾക്ക് ചോദിക്കാനുള്ളത്. മറ്റൊന്ന് നിങ്ങൾ കേട്ടില്ലേ? അല്ല, ഈ സഖാവൊക്കെ ആരെയായി വെല്ലുവിളിക്കുന്നത്? കേരളത്തിൽ ഇരുന്നിട്ട്, വളരെ സേഫ് സോണിൽ ഇരുന്നിട്ട്, കേരളത്തിൽ ഇരുന്നിട്ട് വിളിച്ച് വെല്ലുവിളിക്കുക ആരാ? അമേരിക്കൻ സൈന്യത്തെയൊക്കെ ഈ വെല്ലുവിളിക്കുന്നത് കണ്ടിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ആളുകൾക്ക് കൈയടിക്കാൻ തോന്നുന്നത് എന്നാ. ഇതിലൊക്കെ ആവേശം കൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഇതും പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ട്. വിവേകമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് ഇതിനൊക്കെ കൈയടിക്കാൻ സാധിക്കുമോ? നിങ്ങൾ തന്നെ ഈ നേതാവ് ചോദിക്കുന്ന, ഈ ഡിവൈഎഫ്ഐ നേതാവ്, CPM നേതാവ് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വളരെ ലളിതമായിട്ട് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനോടും ഈ പ്രസംഗിക്കുന്ന ആൾ ഉൾപ്പെടെയുള്ള ആളുകളോടുള്ള ലളിതമായിട്ടുള്ള ഒരു ചോദ്യം, നിങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ചങ്കിലെ ചൈനയെ പോലെയല്ലേ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ആ ചൈനയിൽ യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം ഉണ്ടോ? അവിടെ ഒരു ജനാധിപത്യമില്ല, ഒരു പുല്ലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചൈനയെ പിന്തുണയ്ക്കുക? ബാലുശ്ശേരി MLA, നിലവിലെ ബാലുശ്ശേരി MLA സച്ചിൻ ദേവ് ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ഇട്ടത് ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉന്നിനെ പൊക്കിപ്പിടിച്ചാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഇത്തരം ആളുകളെയൊക്കെ പൊക്കിപ്പിടിക്കുന്ന നിങ്ങൾ ഈ ജനാധിപത്യത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എന്നിട്ട് പോരെ നിങ്ങൾക്ക് അമേരിക്കയെ പോയിട്ട് ജനാധിപത്യം പഠിപ്പിക്കലും വിരട്ടലൊക്കെ. മറ്റൊന്ന് നിങ്ങൾ കേട്ടോ, വളരെ ഗൗരവത്തിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനൊക്കെ വോട്ടു ചെയ്യുന്ന ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. ഈ സിറിയയിലുള്ള പ്രശ്നത്തെ വലിയ പൊക്കിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തുള്ള, അതായത് ഈ ജിഹാദിസൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സകല സ്ഥലങ്ങളും പലസ്തീൻ പൊക്കിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ, അഫ്ഗാനിസ്ഥാൻ പൊക്കിപ്പിടിക്കുന്നു, സകലതും പൊക്കിപ്പിടിക്കുന്നുണ്ട്. അമേരിക്ക അധിനിവേശം നടത്തിയോ എന്ന് വളരെ ലളിതമായിട്ട് ചോദിക്കണം. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അവിടെയുള്ള ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുക. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നരനായാട്ടാണ് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലും ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുക. ഒരു സ്ത്രീയെ ക്രൂരമായിട്ട് ആക്രമിച്ച് വളരെ വളരെ ക്രൂരമായിട്ട്
ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീഡിയോ സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുക. ദിനം പ്രതി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നരനായാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒരക്ഷരം പറയാൻ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ഒരു സഖാവിന് പോലും, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പോലും ഒരിക്കലും സാധിക്കാത്തത്? നിങ്ങളൊക്കെ ആരെ പേടിച്ചിട്ടാണ് ഇങ്ങനെ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ പേടിച്ചിട്ടാണോ നിങ്ങൾ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഒരക്ഷരം ഇണ്ടാത്തത്? അല്ല, വരുന്ന നിയമസഭാ ഇലക്ഷനിൽ നിങ്ങൾ 8 നിലയിൽ പൊട്ടുമെന്ന് പേടിച്ചിട്ടാണോ ജമാഅത്തെ ഇസ്ലാമിയെ പിടയ്ക്കാൻ? 8 നിലയിൽ പൊട്ടുമെന്ന് പേടിച്ചിട്ടാണോ നിങ്ങൾ ഈ പറയുന്ന ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നരനായാട്ടിനെതിരെ ഒരക്ഷരം ഇണ്ടാത്തത്? ഒക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയണോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഫലസ്തീനിൽ ആളുകൾ കൊല്ലപ്പെട്ടു എന്ന്. എന്ത്? ഇസ്രായേലിൽ കൊല്ലപ്പെട്ട മനുഷ്യർക്കൊരു മനുഷ്യത്വത്തിനും അർഹതയില്ലേ? വളരെ ലളിതമായിട്ടുള്ള ചോദ്യ. എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾക്ക് ഇസ്രായേലിലെയും പലസ്തീനിലെയും സാധാരണക്കാർക്കൊന്നും സംഭവിക്കരുത്, ഹമാസ് എന്ന ഭീകര സംഘടനയെ തുടച്ചു നീക്കണം എന്നുള്ളൊരു നിലപാട് ഇവർക്കൊന്നും പൊക്കിപ്പിടിക്കാൻ സാധിക്കാത്തത്? ഈ കമ്മ്യൂണിസവും ജിഹാദിസവും കൂട്ടിക്കൊഴിച്ചാൽ ഉണ്ടാവുന്ന ഒരു അപകടമുണ്ടല്ലോ, ആ അപകടമാണ് നമ്മുടെ കേരളത്തിലൊക്കെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പലസ്തീൻ പിന്തുണക്കാരെ കേരളത്തിൽ വളരെ വലിയ രീതിയിൽ വളർത്താൻ ഒരു കാരണം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസം കൊണ്ടുപോയിട്ട് ഈ പലസ്തീനെ പൊക്കിപ്പിടിക്കുന്നത് കൊണ്ടാണ്. എന്നിട്ട് സകല ജിഹാദികളും കൂടി കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ എന്ന് പറഞ്ഞ് നടക്കുക. പിന്നെ കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ ഈ സൊഹ്റാൻ മംദാനിയെ പൊക്കിപ്പിടിച്ച് ആനയാണ് കുതിരയാണ് എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് 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 24 മണിക്കൂറും കമ്മ്യൂണിസ്റ്റ് സൊഹ്റാൻ മംദാനി എന്നൊക്കെ ആയിരുന്നു ഇവിടെ ആളുകൾ പൊക്കിപ്പിടിച്ച് നടന്നിരുന്നത്. ആ സൊഹ്റാൻ മംദാനിയുടെ സ്ഥലത്തേക്ക് ഈ പറയുന്ന നിങ്ങളുടെ വെനസ്വേലയെയും പ്രസിഡന്റിനെയും പൊക്കിപ്പിടിച്ച് വന്നിട്ട് എവിടെ പോയി നിങ്ങളുടെ മംദാനിയൊക്കെ? സൊഹ്റാൻ മംദാനിക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കൂല എന്നുള്ളത് കൂടി സകല മലയാളികളും ഈ ജിഹാദിസത്തെയും പൊക്കിപ്പിടിച്ച് സൊഹ്റാൻ മംദാനിക്ക് കൈയടിച്ച് ലോക നേതാവ് എന്നൊക്കെ മണ്ടത്തരം പറയുന്ന കുറെ ആളുകൾക്ക് ഇപ്പൊ സൊഹ്റാൻ മംദാനിയാ വലിയ നേതാവ്. അത്തരം ആളുകളോട് അമേരിക്കയുടെ നിലപാടിനെതിരെ പോലും ഒരക്ഷരം മിണ്ടാൻ ഈ പറയുന്ന സൊഹ്റാൻ മംദാനിക്കും സാധിക്കില്ല എന്നുള്ളതും ഈ വെനിസ്വേല പ്രശ്നത്തിലൂടെയൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാം. നമ്മുടെ രാജ്യം വെനിസ്വേലയുടെ ജനതയ്ക്ക് ഒപ്പം തന്നെയാ, ഒരു തർക്കമില്ലാത്ത വിഷയ. നമ്മുടെ രാജ്യം സമാധാനമാണ് ഉയർത്തിപ്പിടിക്കുന്നത്, ഒരു തർക്കമില്ലാത്ത വിഷയ. ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യത്ത് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തില് ബംഗ്ലാദേശില് നരനായാട്ട് നടത്തുമ്പോഴും ഇതുപോലെ ഒരു സഖാവും രംഗത്തിറങ്ങിയിട്ട് തൊണ്ട കയറിക്കൊണ്ട് ഒരു ഹിന്ദുവിനും ക്രിസ്ത്യാനിക്ക് വേണ്ടി ബംഗ്ലാദേശിലെ ജനതയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നില്ല, ന്യൂനപക്ഷത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്നില്ല എന്നുള്ളതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുക.